ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പാഞ്ചാലിമേട് യാത്ര. എല്ലാവർക്കും സാധനം കേട്ടോ. ഇത് പാഞ്ചാലിമേട്. നമ്മൾ പാഞ്ചാലിമേട് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ. ഇവിടെ നല്ല കാറ്റാണ്, നല്ല രസമാണ്, വണ്ടി നിർത്താം, താഴെ നല്ല മലയടിവാരമൊക്കെ കാണുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ പരുന്തുപാറ പോകുന്ന പോലെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പരുന്തുപാറ പോയിട്ടുള്ളവർക്ക് ഏകദേശം ഒരേ ഭൂപ്രകൃതിയാണ്, ഒരേ ഇതാണ്. പിന്നെ ഈ പേര് വ്യത്യാസമുണ്ട്, പിന്നെ അവിടുത്തെ ഇതൊക്കെ എന്നാ വ്യത്യാസങ്ങളോ നമുക്ക് പോയി കാണാം. വഴിയൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന വഴിയാണ്, വലിയ വീതിയൊന്നുമില്ല. അതുകൊണ്ട് ഒത്തിരി ഓവർ സ്പീഡിലൊന്നും പോകരുത്. അവിടെ നിന്ന് മേളിൽ നിന്നൊക്കെ വണ്ടി ഇറങ്ങി വരും. പാഞ്ചാലിമേട് തുടങ്ങും കേട്ടോ. പാഞ്ചാലിമേടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി നമ്മൾ. അത് അതിൻ്റെ മേളിൽ അവിടെ ആ കാണുന്നിടത്താണ് പാസ്സൊക്കെ തരുന്നത്. അവിടെ കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പിള്ളേർക്ക് ഇത്ര രൂപ, ക്യാമറയ്ക്ക് ഇത്ര, ഷൂട്ടിങ്ങിന് ഇത്ര, സേവ് ഡേറ്റ് ഇത്ര എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 30 രൂപയായിരുന്നു ഒന്ന് പാസ്, 30 രൂപ പാസ്. കാണുന്ന കൽമണ്ഡപമാണെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. കൽമണ്ഡപമൊന്നുമല്ല, അത് ടൂറിസം പ്രൊമോഷൻ കൗൺസിലോ ടൂറിസത്തിൻ്റെ രീതിയിൽ പണിതേക്കണ ഒരു കട പോലത്തെ ഒരു സംഭവം. അതിനകത്ത് 1-2 കടകളുണ്ട്. കടകളേ ഉള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബാത്റൂം സൗകര്യമുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൽമണ്ഡപം നോക്കും. കൽമണ്ഡപമൊന്നുമല്ല, ഈ മോഡലിൽ ഇപ്പോൾ തന്നെ പണിതേക്കുന്നതാണ്. ഈ അടുത്ത് തന്നെ പണിതാന്നാണ് പറഞ്ഞവർ, സിമെൻറ്റിൽ പണിതേക്കുന്നതാണ്. വലിയ ഇതായിട്ട് ഒന്നുമില്ല. ഇവിടെ 1-2-3 പേരൊക്കെ ഉള്ളൂ. ആ പാസ് എടുക്കുന്നിടത്ത് 2 പേരുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതുപോലെ കല്ല് പാകിയ നടപ്പഴിയാണ് മേളിലോട്ട്. ഇത് ഇവിടെ ഒരു മറ്റേ ലവ് ചിഹ്നം പോലെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു സ്മാരകം പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ നോക്കിയാൽ കാണത്തൊന്നുമില്ല. ഇത്തിരി പൊക്കത്തുനിന്നൊക്കെ നമുക്ക് നോക്കിയാൽ ഇത് ഒരു ഹൃദയമാണെന്നൊക്കെ തോന്നുള്ളൂ. പിന്നെ നല്ല നായ കാറ്റാണ്. മൊത്തം മറ്റേ പുൽത്തൈലം, ആ പുല്ലാണ് കേട്ടോ മൊത്തം നിൽക്കണേ. ഇതതിൻ്റെ സൈഡിൽ തന്നെ പണിതേക്കണ ഒരു സ്ഥലമാണ് കേട്ടോ. അത് പിള്ളേർക്കൊക്കെ ഇരിക്കാനും. മഴയാണെങ്കിൽ പറ്റില്ല കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ മഴയായിരുന്നു. മഴയില്ലെങ്കിൽ ഇവിടെ പോയി നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. അവിടെ സ്റ്റെപ്പൊക്കെ കെട്ടി പണിത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. പിന്നെ അങ്ങോട്ടൊന്നും പോകുന്നതല്ലാതെ ആൾക്കാർ വരുന്നവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമെന്നാണ് പറഞ്ഞു. പിന്നെ ഒരു സിപ്പ് ലൈനുണ്ട്, സിപ്പ് ലൈൻ. ഇപ്പോൾ അന്ന് നമ്മൾ ചെന്നപ്പോൾ മഴയായതുകൊണ്ടാണ് എന്താണെന്ന് തരത്തിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. സിപ്പ് ലൈനിൻ്റെ റേറ്റ് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ താഴെ ഒരു കുളമുണ്ട്. കുളം നമുക്കിവിടെ നിന്ന് ക്യാമറ കാണാൻ പറ്റത്തില്ല. നമ്മൾ അതിലേക്ക് ഇറങ്ങി വരും കാണാം. ആ കുളത്തിൻ്റെ ഒരു ചെറിയൊരു കുളം പോലെ എന്തോ വളർന്നിട്ടുണ്ട്. അതിൻ്റെ അവിടെ അതുണ്ടല്ലോ, അതിൻ്റെ അവിടെ ചെന്നാണ് അവസാനിക്കുന്നത്. ഇതതിൻ്റെ മേൽഭാഗമാണ്. അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മളങ്ങനെ മേളിലോട്ട് നടക്കണം. മേളിലോട്ട് നടക്കുമ്പം മറ്റേ നല്ല രീതിയിൽ, അതായത് നല്ല കാറ്റും. എനിക്ക് തോന്നുന്നു ചുറ്റും അപ്പുറത്ത് ആ വശമൊക്കെ കാണുന്നത് പാഞ്ചാലിമേട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ മലഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ പരുന്തുംപാറ ഭാഗമാണെന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ പിള്ളേരെയൊക്കെ ആയിട്ട് വരുമ്പോൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം. കല്ല് കണ്ടല്ലോ ഇരിക്കുന്നത്. കല്ല് വളരെ പൊക്കത്തിലായിരിക്കുന്നത്. കരിങ്കല്ലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പിള്ളേരെ കൊണ്ടുവന്നിട്ട് ശ്രദ്ധിച്ചോണം. പിള്ളേർ ഓടുകയൊക്കെ ചെയ്താൽ മറിഞ്ഞു വീണ് പരിക്കൊക്കെ പറ്റും. ഇവിടെ കുരിശൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു പള്ളിയുടെ ഇത് കേട്ടോ. ഞാൻ ഇരിക്കുന്നതിൻ്റെ പുറകിൽ കുരിശിരിക്കുന്നുണ്ടോ. പുറകിലൊരു കുരിശും ഫ്രണ്ടിലൊരു കുരിശും. അങ്ങനെ കുട്ടിയാണ് കുരിശുമല കയറാൻ വരുന്നതെന്നാണ് പറഞ്ഞത്. ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളാ കയറി വരുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് അപൂർവം വെച്ചേക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണെന്ന് പറഞ്ഞത്. പിന്നെ സമയം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി പോയില്ല. ഇതൊക്കെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം നമുക്ക് എന്നിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന അവിടുത്തെ സിപ്പ് ലൈൻ കണ്ടില്ലേ, ആ സിപ്പ് ലൈനായി വന്ന് അവസാനിക്കുന്നത്. ഇതിവിടെ ഈ ഡാം പോലെ എന്തോ ഒരു സാധനം കെട്ടിയിട്ടുണ്ട്. അത്രയ്ക്കും വലിയ വെള്ളമൊന്നുമില്ല. കുറേ ഭാഗം ചതുപ്പൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. കല്ല് കെട്ടി എന്നാ അവിടെ ബോർഡോ അങ്ങനെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. എന്തോ ടൂറിസത്തിൻ്റെ ഇതുമായിട്ട് ഒരു പണിതിട്ട് അങ്ങനെ ഇട്ടേക്കും. അകപ്പാടെ നമുക്ക് എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മലയുടെ മേളിൽ കൂടെ കയറി, ആ കാട്ടിൽ കൂടെ കയറി അപ്പുറത്തൂടെ ഇതിൻ്റെ ഈ ഭാഗത്തൂടെ തിരിച്ചു വന്ന് ഈ സിപ്പ് ലൈൻ്റെ അതിൽ തിരിച്ചങ്ങോട്ട് നടക്കാം. പിന്നെ ഈ 2-3 വ്യൂ പോയിൻറ്റും കാണാം. അതാണ് പാഞ്ചാലിമേടിലെ നിലവിൽ അത്രേ ഉള്ളൂ. ഇതിങ്ങോട്ട് വരുമ്പോൾ ഒരു കുളമാണ് കേട്ടോ. അതാ നടുക്ക് വേലി കെട്ടി വെച്ചേക്കുളം. ഇറങ്ങലെന്ന് വൃത്തി എഴുതിയിട്ടുണ്ട്. ആ വേലി കെട്ടി തിരിച്ചേക്കുന്ന കുളം മൊത്തം വെള്ളം കയറി കിടക്കുക. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലം ഞങ്ങൾ പരുന്തുപാറ കയറണം എന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്. അപ്പം കൂട്ടത്തിൽ യാത്ര ചെയ്ത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞത് പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്ന് താമസിച്ച് അങ്ങനെ കാരണവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണവന്മാരാണ് ഇതിന് പാഞ്ചാലിമേടെന്ന്
പേരിട്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതിനങ്ങനെ ബ്രോഷറോ കാര്യങ്ങളൊന്നുമില്ല. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ 1-2 പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് അവിടെ ഒരു ബ്രോഷറും കാര്യങ്ങളൊന്നും അവർ തരുന്നില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ അത്യാവശ്യം മറ്റേ ഈ കരകൗശല സാധനങ്ങൾ പോലൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും വലിയ ഇതൊന്നുമില്ല. പിന്നെ ആപ്പാടെ കിട്ടുന്ന ഭക്ഷണം ബ്രെഡ് ഓംലെറ്റൊക്കെ ഉള്ളൂ. അതുകൊണ്ടൊക്കെ വരുന്നവർ അഡ്ജസ്റ്റ് ചെയ്യുക. ഞങ്ങൾ അടുത്ത സ്ഥലം നോക്കി പോവാണ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരെ വണക്കം.